ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 114 റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള നിർദ്ദിഷ്ട കരാറിൽ യുദ്ധവിമാനങ്ങളുടെ ഏകദേശം 80% ഇന്ത്യയിൽ നിർമ്മിക്കാൻ പദ്ധതി. ഈ പദ്ധതി പ്രകാരം ഫ്രാൻസിൽ നിന്ന് ചില നിർമ്മാണ സൗകര്യങ്ങൾ ഇന്ത്യയിലേക്ക് മാറ്റുമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഫ്രാൻസിൽ നിന്ന് 114 റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള 3.25 ലക്ഷം കോടി രൂപയുടെ നിർദ്ദിഷ്ട കരാറിനെ കുറിച്ച് പ്രതിരോധ മന്ത്രാലയം ഈ ആഴ്ച അവസാനം നടക്കുന്ന ഉന്നതതല യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫ്രാൻസുമായുള്ള ഗവൺമെന്റ് ടു ഗവൺമെന്റ് കരാർ പ്രകാരം 114 റഫേൽ വിമാനങ്ങൾ ഭൂരിഭാഗവും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക എന്നതാണ് ഈ നിർദ്ദേശത്തിന്റെ ലക്ഷ്യം. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 12 മുതൽ 18 വരെ റഫാൽ ജെറ്റുകൾ പറന്നുയരാൻ കഴിയുന്ന അവസ്ഥയിൽ വാങ്ങാനുള്ള പദ്ധതിയും കരാറിൽ ഉൾപ്പെടുന്നു. യുഎസും റഷ്യയും വാഗ്ദാനം ചെയ്തിട്ടും ഇന്ത്യ എന്തുകൊണ്ട് റഫേൽ ജെറ്റുകൾ 3.25 ലക്ഷം കോടി രൂപയുടെ കരാർ നൽകുന്നു? അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ ചർച്ചയ്ക്ക് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ നിർദ്ദേശമനുസരിച്ച് ഇന്ത്യൻ ആയുധങ്ങളും മറ്റ് തദ്ദേശീയ സംവിധാനങ്ങളും വിമാനത്തിൽ സംയോജിപ്പിക്കാൻ പ്രാപ്തമാക്കാൻ ഇന്ത്യ ഫ്രാൻസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും സോഴ്സ് കോഡുകൾ ഫ്രഞ്ച് പക്ഷത്ത് തന്നെ തുടരും. അംഗീകരിക്കപ്പെട്ടാൽ ഈ കരാർ ഇന്ത്യയിലെ എക്കാലത്തെയും വലിയ പ്രതിരോധ സംരംഭമായി മാറുകയും ഇന്ത്യൻ സേവനത്തിലുള്ള മൊത്തം റഫേൽ ജെറ്റുകളുടെ എണ്ണം 176 ഉയർത്തുകയും ചെയ്യും. ഇന്ത്യൻ വ്യോമസേന നിലവിൽ 36 റഫേൽ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യൻ നാവികസേന കഴിഞ്ഞ വർഷം 26 റഫേൽ എം ജെറ്റുകൾക്ക് ഓർഡർ നൽകി. ഇന്ത്യൻ വ്യോമസേന തയ്യാറാക്കിയ കേസ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ 114 റഫേൽ ജെറ്റുകൾക്കായുള്ള നിർദ്ദേശം പ്രതിരോധ മന്ത്രാലയത്തിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ലഭിച്ചു. പ്രതിരോധ മന്ത്രാലയം അംഗീകരിച്ചു കഴിഞ്ഞാൽ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതിയുടെ അന്തിമ അനുമതി ഈ നിർദ്ദേശത്തിന് നൽകേണ്ടതുണ്ട്. അമേരിക്കയും റഷ്യയും തങ്ങളുടെ 5ാം തലമുറ യുദ്ധവിമാനങ്ങളായ F-35ഉം Su-57ഉം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വാഗ്ദാനം ചെയ്ത സമയത്താണ് ഈ നീക്കം. ഈ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും റാഫേൽ ഏറ്റെടുക്കലിനായി ഇന്ത്യ ഫ്രാൻസുമായി ചർച്ചകൾ തുടരുകയാണ്. നിർദ്ദിഷ്ട റാഫേൽ ജെറ്റുകളുടെ തദ്ദേശീയ ഉള്ളടക്കം നിലവിൽ ഏകദേശം 30% നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും മേക്ക് ഇൻ ഇന്ത്യ മാനദണ്ഡങ്ങൾ പ്രകാരം സാധാരണ 50 മുതൽ 60% വരെ ആവശ്യകതയേക്കാൾ കുറവാണ് ഇത്. എന്നാൽ ഉൽപാദന സമയത്ത് ഈ കണക്ക് ഉയരുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ റഫേൽ നടത്തിയ പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നിർദ്ദേശം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം. സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഉപയോഗിച്ച് ചൈനീസ് PL-50 എയർ ടു എയർ മിസൈലുകളെ റാഫേൽ വിജയകരമായി നേരിട്ടതായി പറയപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ നിർമ്മിച്ച റാഫേൽ ജെറ്റുകളിലെ തദ്ദേശീയ ഉള്ളടക്കം ഒടുവിൽ 60% കവിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. റഫാൽ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന M88 എഞ്ചിനുകളുടെ അറ്റകുറ്റപ്പണി ഓവർഹോൾ സൗകര്യം ഹൈദരാബാദിൽ സ്ഥാപിക്കാനും ഫ്രഞ്ച് വിഭാഗം പദ്ധതിയിടുന്നു. ഫ്രഞ്ച് വംശജരായ യുദ്ധവിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികളെ പിന്തുണയ്ക്കുന്നതിനായി ഡസോ ഏവിയേഷൻ ഇതിനകം ഇന്ത്യയിൽ ഒരു സ്ഥാപനം സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ ഡേറ്റ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ എയറോസ്പേസ് കമ്പനികൾ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ സാധ്യതയുണ്ട്. വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിനായി ഇന്ത്യൻ വ്യോമസേന യുദ്ധവിമാനങ്ങളുടെ ദ്രുത പ്രവേശനത്തിനായി പരിശ്രമിച്ചു വരികയാണ്. ഭാവിയിലെ യുദ്ധവിമാനങ്ങൾ Su-30 MKI, റാഫേൽ തദ്ദേശീയ യുദ്ധവിമാനങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ ഇതിനകം 180 ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് മാർക്ക് 1A ജെറ്റുകൾക്ക് ഓർഡർ നൽകിയിട്ടുണ്ട്. 2035 ശേഷം തദ്ദേശീയ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വൻതോതിൽ ഉൾപ്പെടുത്താനും പദ്ധതിയിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.